എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. 27/8/2024 റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം എന്നുള്ള ആ ഒരു പോസ്റ്റിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ മലയാളം ഡിക്റ്റേഷനാണോ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് ഡിഗ്രി ലെവലാണ്. അതുപോലെ തന്നെ മലയാളം ഷോർട്ട് ഹാൻഡ്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഹയർ വേണം. പക്ഷേ ഇതിൽ പലർക്കും ഹയർ ഉണ്ടാവില്ല, ലോവർ വെച്ചിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ അന്നത്തെ എക്സാമിന് എത്ര പേരാണ് ടോട്ടൽ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ആൾക്കാരുടെ എണ്ണം 3038 പേരാണ് വരുന്നത്. ഓക്കെ, 27-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷാണ്, മലയാളം ലാംഗ്വേജ് മാത്രമേ മലയാളത്തിലുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം നമുക്ക്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, ഇതിൽ കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടറി റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിൽ ക്വാളിഫിക്കേഷൻ നോക്കുക. ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഹയർ ഗ്രേഡ് എക്സാമിനേഷൻ ഇൻ മലയാളം ടൈപ്പ് റൈറ്റിംഗ് KGT, ഹയർ ഗ്രേഡ് എക്സാമിനേഷൻ ഇൻ മലയാളം ഷോർട്ട് ഹാൻഡ് KGT. അപ്പോൾ ഇതിൽ മലയാളം ഷോർട്ട് ഹാൻഡും മലയാളം ടൈപ്പ് റൈറ്റിംഗും ആണ് പറയുന്നത്. ഹയർ ഗ്രേഡ് ആണ് പറയുന്നത്. ഇനി ഇക്വാലിറ്റി ക്വാളിഫിക്കേഷനിൽ അവരൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസ്, ഗ്രാജുവേറ്റ് കാൻഡിഡേറ്റ്സ് വിത്ത് passing lower grade examination in Malayalam shorthand KGT and lower grade examination in Malayalam typewriting KGT will also be considered. The appointment of candidate so selected will be temporary and they will not be eligible for increment till they acquire the prescribed qualification for the post. ഓക്കെ, അപ്പോൾ ഇതിൽ ലോവറായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാർക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായി വന്നു കഴിഞ്ഞാൽ അതിൽ അപ്പോയിൻമെൻറ്റ് ടെമ്പററി ആയിരിക്കും. പിന്നീട് അത് പെർമനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ എഴുതിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഇല്ലാതെ നമുക്ക് ആ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടില്ല എന്നൊന്നുമില്ല. നമുക്കതിൽ എന്ത് ചെയ്യാം, ഈ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ജോലി ലഭിക്കും. പക്ഷെ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം നേടിയിരിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇൻക്രിമെൻറ്റ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഹയർ ആവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.